എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്നത്തെ നമസ്കാരത്തിന് ഇതിൻ്റെ നീട്ടം കൂടുതലുണ്ട് അല്ലേ? ഞാൻ ആദ്യം ഒരു കാര്യം പറയാം. ഞാനും ഒരു സ്ത്രീയാണ് അല്ലേ? എനിക്കൊരു മകനുണ്ട്. അവനും കല്യാണം കഴിക്കും, ജീവിക്കും. ഇതൊക്കെ എനിക്കും അറിയാം. ഞാൻ ഇന്നൊരു ഭാര്യയാണ്. മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു എന്താ പറയുക, അമ്മായിയമ്മയും ഭർത്താവിൻ്റെ ചേട്ടനും അനുജനും ഒക്കെ ഉള്ളൊരു കുടുംബത്തിലേക്ക് ചെന്നതാണ് ഞാൻ. ആ വീട്ടിലേക്ക് ഇപ്പോൾ രണ്ടാമത്തെ മകൻ്റെ ഭാര്യയാണെങ്കിൽ ആദ്യമായിട്ട് ചെന്നൊരു ലേഡി, പുറത്തുനിന്നുള്ളൊരു പെൺകുട്ടി. അന്ന് പെൺകുട്ടിയാണ്, ഇപ്പം ലേഡിയായി. ഞാൻ ലേഡി പേര് തമാശക്ക് പറഞ്ഞാണ്ട്, അപ്പം അന്ന് പെൺകുട്ടിയാണ്. അപ്പം ചെന്ന ഒരു പെൺകുട്ടിയായിരുന്നു ഞാൻ. അപ്പോൾ ഇത്രയും വർഷങ്ങളായെങ്കിലും എനിക്കിപ്പോഴും ഇത്ര അധികം വർഷമായി എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ളൊരു ഫീൽ എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അതിന് വേറെ കാരണങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പം ഇപ്പം എൻ്റെ മകൻ എന്നെക്കാളും വലുതായി എങ്കിലും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയണതല്ല, ഒന്നുമല്ല. നമ്മുടെ ജീവിതത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന, പരസ്യമാവാതെ അനുഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ഒരാൾക്കെങ്കിലും ഇത് പറയണത് കേട്ടിട്ട് മനസ്സിലാവുകയാണെങ്കിൽ അത്രയും മറ്റൊരു സ്ത്രീ അനുഭവിക്കുന്നത് കുറയുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാനിത് പറയുന്നത്. അല്ലാതെ എനിക്ക് ഒരാളെ കുറ്റപ്പെടുത്താനോ ഒന്നിനും വേണ്ടിയിട്ടല്ല. ഞാൻ ആരെയും ഭയങ്കരമായിട്ട് നന്നാക്കി എടുക്കുക അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഒരു ചെറിയൊരു തിരിച്ചറിവ് ഒരാൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ തുടർന്ന് ആ തിരിച്ചറിവ് പകർന്ന് പോകും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് എൻ്റെ അനുഭവത്തിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറയുന്നത്, രണ്ട് മുഖമുള്ള അമ്മായിയമ്മമാരുണ്ട്. അതായത് അവർ മരുമക്കളെ വീട്ടിലാരുമില്ലാത്ത സമയത്ത് ഭയങ്കരമായിട്ട് ജോലി ചെയ്യിപ്പിക്കും, ഫിസിക്കലി അവരെ ഉപദ്രവിക്കും, മാനസികമായിട്ട് ഉപദ്രവിക്കും. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുക, ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ച് എല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ട് നമ്മുടെ ജോലിക്കോ കാര്യങ്ങൾക്കോ പുറത്തേക്കൊക്കെ പോയിട്ട് വരുമ്പോൾ തിരിച്ചു വരുമ്പോഴത്തേക്കും ഭക്ഷണം മുഴുവൻ ഉണ്ടാവാം. ചിലപ്പോൾ നമുക്ക് കഴിക്കാൻ കിട്ടില്ല. അവർ ചിലപ്പോൾ അത് കഴിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അത് മാറ്റി വെച്ചിട്ടുണ്ടാവും, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ വീട്ടിലൊരു വിരുന്നുകാരോ ആൾക്കാരൊക്കെ വരുമ്പോൾ ഇവരെന്ത് ചെയ്യും, വല്ല മീൻ വറുത്തതൊക്കെ ഉണ്ടെങ്കിൽ വലിയ കഷ്ണം നോക്കി നമ്മുടെ പ്ലേറ്റിലിടും. എന്താ പറയുക, ഇറച്ചിയൊക്കെ വയ്ക്കുമ്പോൾ അങ്ങനെയൊക്കെ അവർ ചെയ്യും. നല്ല നല്ല ഫുഡൊക്കെ വരുമ്പോൾ നീ കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ തരും, നമ്മുടെ പ്ലേറ്റിലേക്ക് എടുത്തേക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ വിചാരിക്കും, ദൈവമേ എന്തൊരു സ്നേഹം, ഇപ്പോഴും ആയ തള്ളയ്ക്ക് നോക്കിയേ, അല്ലെങ്കിൽ ആ അമ്മയ്ക്ക് നോക്കിയേ, എന്തൊരു സ്നേഹമാണ് മരുമോളോട്. അതുപോലെ പുറത്തേക്കൊക്കെ പോകുമ്പോൾ നമ്മളെടുത്തും വർത്താനം പറയണുണ്ട് ഇങ്ങനെ ഭയങ്കര എന്താ പറയുക, സുഹൃത്തുക്കളെ പോലെ നമ്മളോട് സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്യും. പക്ഷേ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നിസ്സാര പ്രശ്നങ്ങൾക്ക് പോലും അവരത് വലുതാക്കി വീടിൻ്റെ ഉള്ളിൽ തന്നെ വലിയ പ്രശ്നങ്ങളാക്കി. ചിലപ്പം മക്കൾക്കൊക്കെ അത് അറിയാൻ പറ്റും, പക്ഷെ മക്കൾ സ്വന്തം അമ്മയല്ലേ എന്ന് വെച്ചിട്ട് പുറത്ത് പറയില്ല. പ്രത്യേകിച്ച് ആൺമക്കൾ പുറത്തേക്ക് അങ്ങനെയൊന്നും നമ്മുടെ വിഷയങ്ങൾ പറയുകയില്ല, ഒന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കിടന്ന് തിങ്ങുന്ന, അപ്പോൾ ഇതിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന കുട്ടികളാണ് ഇപ്പോൾ കൂടുതലുള്ളത്. അവരെടുത്ത് ഒന്നും നടക്കില്ല, നടക്കരുത്, നടക്കാൻ പാടില്ല. അതുപോലെ തന്നെ അമ്മായിയമ്മമാരോടും ഇപ്പോഴത്തെ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അനുഭവിച്ച് വന്നിട്ടുള്ളതാണ് ഇപ്പോഴത്തെ അമ്മായിമ്മമാർ, ഈ ജനറേഷനിലുള്ള അമ്മായിമ്മമാർ. അതുകൊണ്ട് അവർ കുറേ കാര്യങ്ങൾ ഈ ജനറേഷനിലുള്ള അമ്മായിമ്മമാർ ഒരുവിധം പേരും മരുമക്കൾക്ക് കൺസിഡറേഷൻ കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഫ്രീഡം നമ്മൾ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, അത് അവരെടുത്തോളൂ പറയാറുണ്ട്. അപ്പോൾ അതുപോലെ അവരെന്ത് ചെയ്ത് കഴിഞ്ഞാലും അവർ സന്തോഷിച്ചോട്ടെ എന്ന് വിചാരിക്കുന്ന അമ്മായിമ്മമാരുണ്ട്. പക്ഷേ അല്ലാതെ ഇപ്പോഴും എന്താ പറയുക, ഒരുപാട് അങ്ങനൊരു രണ്ട് മുഖമായിട്ട് നിൽക്കുന്ന അമ്മായിമ്മമാരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഞാൻ നിങ്ങളോട് കുറ്റം പറയുക ഒന്നുമല്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത് അറിയാമോ? നമ്മുടെ മകനാണ് അല്ലേ, നമ്മുടെ മകൻ കെട്ടിക്കൊണ്ട് വന്നിട്ടുള്ള മോളാണ്. അപ്പോൾ നമ്മളങ്ങനെ ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്ന സന്തോഷം നമ്മുടെ മകൻ്റെയാണ്. അവനെപ്പോഴും ഒരു സ്വസ്ഥത ഉണ്ടാവില്ല. നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് പ്രസവിച്ചു വളർത്തി വലുതാക്കണത് എന്തിനാണ്? അവർ സന്തോഷമായിട്ടിരിക്കാനല്ലേ.
അപ്പോൾ അവർ സന്തോഷമായിട്ട് ഇരിക്കട്ടെ, അവർ സന്തോഷമായിട്ട് ജീവിക്കട്ടെ, അവർ എൻജോയ് ചെയ്യട്ടെ. നമുക്ക് ലൈഫിൽ കിട്ടാത്തത് അവർക്ക് കിട്ടണത് കാണുമ്പോൾ നമ്മൾ സന്തോഷിക്കുക. അവരവരെ ആഗ്രഹം പോലെ അവരെ ചിറക് കൊണ്ട് പറന്ന് 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 നടക്കട്ടെ. അവസാനം അവർക്ക് എന്താണ് ഈ ജീവനും ജീവിതവും ഈ ശരീരവും ആത്മാവും എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് അവർക്ക് എത്തണം എന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടി ഒരു പറക്കണം. കുറേ പറന്ന് കഴിയുമ്പോൾ അവർ താഴത്തേക്ക് ഇറങ്ങി വന്നിട്ട് യാഥാർത്ഥ്യമായിട്ട് അവർ മനസ്സിലാക്കുകയും ചെയ്യും. ഈ ജീവിതം എന്താണെന്ന് അവർ മനസ്സിലാക്കും. ഞാൻ കുറ്റപ്പെടുത്തിയല്ല കേട്ടോ കുട്ടികളെ പറഞ്ഞത്, ഞാനൊരു ആത്മീയതയുടെ ഒരു വരി അങ്ങോട്ട് കുത്തിക്കയറ്റിയതാണ്. അപ്പോൾ അവർ സോറി അപ്പോൾ അവരത് ജീവിക്കട്ടെ, സന്തോഷമായിട്ട് അവരുടെ ജീവിതം അവർ കൊണ്ട് നടക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും സന്തോഷം ഉണ്ടാവട്ടെ. താങ്ക് യു.